ഹരിചന്ദ്ര, അവൻ നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉപനയനം കഴിയുന്നതുവരെ അങ്ങ് കാക്കണം. ഉപനയനം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും യാഗവും ബലിയും നടത്താം. ശരി, നീ ധർമ്മിഷ്ഠനായ ഒരു രാജാവായതുകൊണ്ട് നിന്റെ വാക്ക് നാം വീണ്ടും വിശ്വസിക്കുന്നു. കുഞ്ഞു പിറക്കാതിരുന്നപ്പോൾ പിറന്നില്ലെന്ന ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിറന്ന കുഞ്ഞിനെ ബലി നൽകുക എന്ന് പറയുമ്പോ ദേഹം തളർന്നു പോവുകയാണ് മഹാരാജൻ. ഈ പിതാവ് മാത്രമല്ല, രാജാവ് കൂടിയാണ്. ആചാര്യന്മാർ അനിവാര്യമെന്ന് പറഞ്ഞ് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ രാജാവിന് അവകാശമില്ല. മഹാരാജൻ അത് ധർമ്മശോഷണം വരുത്തും, കുലത്തിന് ദോഷമുണ്ടാക്കും, അങ്ങേക്ക് അപഖ്യാതി ഉണ്ടാക്കും. അതുകൊണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കുമാരൻ രോഹിതാശന്റെ ഉപനയനം നടത്തണം.